പൗരത്വം. എന്താണ് പൗരത്വം? ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 വകുപ്പുകൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമേ ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ സാധിക്കൂ. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് LM സിംഗ് വി കമ്മിറ്റിയാണ്. 1956 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം 5 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നേടാനും 3 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിയമമനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. 1. ജന്മസിദ്ധമായ പൗരത്വം. 2. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3. രജിസ്ട്രേഷൻ മുഖാന്തിരം ഉള്ള പൗരത്വം. 4. ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. 5. പ്രാദേശിക സംയോജനം വഴിയുള്ള പൗരത്വം. ഇന്ത്യൻ പൗരത്വ നിയമമനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നതിന് 3 വഴികളിലൂടെയാണ്. 1. പരിത്യാഗം അഥവാ സ്വമേധയായുള്ള പൗരത്വം ഉപേക്ഷിക്കൽ. 2. നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ. 3. പൗരത്വോപഹാരം അതായത് ഡിപ്രിവേഷൻ. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. ഒരു പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വം അറിയപ്പെടുന്നത് സ്വാഭാവിക പൗരത്വം എന്നാണ്. ചിരകാല ആവാസം മുഖേന ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം നേടിയത് 1989. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നത് വഴി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന രീതിയാണ് രജിസ്ട്രേഷൻ. പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇന്ത്യൻ പൗരത്വം ഭേദഗതി ചെയ്ത വർഷങ്ങൾ 1986, 1992, 2003, 2005, 2019. ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ 7 വർഷം ഇന്ത്യയിൽ താമസിക്കണം. ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും രാജ്യത്തെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതായിരിക്കും. പൗരത്വം സംബന്ധിച്ചുള്ള നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിനാണ്.